മാനേജറിൻ്റെ പാട്ടുകൾ നരുരാഗ നാടകത്തിൻ അന്ത്യമാം രംഗം തീർന്നു. എത്ര വർഷം കഴിഞ്ഞാൽ അത് മറക്കത്തില്ല. മഞ്ഞലയിൽ മുങ്ങി തോറ്റി ധനുമാസ ചന്ദ്രിക വന്നു. അപ്പോൾ ദാസേട്ടൻ എന്നെ വിളിക്കുന്ന പകൽക്കിലാവെന്നാണ്. ദാസേട്ടൻ പറഞ്ഞത് കേട്ടിരിക്കുന്നു. ഓ നമി ചന്ദ്രിക തൊട്ടു വിളിച്ചു ഓ ദുനിയ കേ രഘുവാലേ സുൻ ദർദ് ഭരേ മേരെ ലാലേ. ഇത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഈ 3 സ്റ്റെപ്പ് മുകളിൽ എടുക്കണം. ഓ ദുനിയ കേ രഘുവാലേ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഏഷ്യൻ സ്റ്റാർസ് ഇൻ മീറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അജയ് തുണ്ടത്തിൽ. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് കിട്ടിയിരിക്കുന്നത് വളരെ പ്രശസ്തനായ ഒരു ഗായകനാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന KP ഉദയഭാനു ചേട്ടൻ രൂപം കൊടുത്ത ഓൾഡ് ഇസ് ഗോൾഡ് ഗാന കൂട്ടായ്മ, അതിൽ P ജയചന്ദ്രൻ ചേട്ടൻ്റെ, നമ്മുടെ ഭാവഗായകൻ, അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് സ്ഥിരമായിട്ട് ഈ ഗായകൻ പാടാറുള്ളത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗാന വഴിയിലെ വിശേഷങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ പേര് M രാധാകൃഷ്ണൻ. നമസ്കാരം ചേട്ടാ. നമസ്കാരം ജി. രാധാകൃഷ്ണൻ ചേട്ടൻ നമ്മൾ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല, സത്യം പറയാലോ. പക്ഷെ ഇവിടെ വന്ന് ചേട്ടനെ കണ്ടപ്പോഴാണ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് മാത്രമല്ല വോയിസും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വളരെ സുപരിചിതനായ ഒരു ഗായകനാണ്, മുഖമാണ്. എന്തായാലും വളരെ സന്തോഷം. ആദ്യമേ എൻ്റെ സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒരു വലിയൊരു കലാകാരനെ ഇൻ്റർവ്യൂ ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയത്. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു സ്റ്റാമ്പിംഗ് പാട്ടിലൂടെ നമുക്ക് തുടങ്ങിയാലോ. ഓൾഡ് ഇസ് ഗോൾഡിൽ ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഭാവഗായകൻ ജയചന്ദ്രൻ ചേട്ടൻ്റെ പാട്ടുകളിലൂടെയാണ് കൂടുതലും പ്രേക്ഷകർക്ക് പരിചിതം. അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു നല്ലൊരു പാട്ടിലൊരു 4 വരി പാടി നമുക്ക് തുടങ്ങാം. അപ്പം പ്രേക്ഷകർക്ക് ആ ഒരു ചരട് നമുക്ക് കുരുത്തെടുക്കുകയും ചെയ്യാം. മഞ്ഞലയിൽ മുങ്ങി തോറ്റി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ. അതൊക്കെ എപ്പോഴും മുത്തായിട്ട് വയ്ക്കേണ്ട പാട്ടുകളാണ്. ജയൻചേട്ടന്റെ മുമ്പിൽ പാടാനുള്ള അവസരം പിന്നെ എത്ര ഇതിനിടയ്ക്ക് ഓൾഡ് ഈസ് ഗോൾഡ് ജയൻ ചേട്ടൻ വന്നു. പിന്നെ ഞങ്ങൾ എത്ര വേദികൾ ഈ അടുത്ത കാലത്ത് തന്നെ ഈ ചേട്ടൻ അവാർഡ് കിട്ടുമ്പോൾ നിശാഗന്ധിയിൽ പരിപാടിയുണ്ട്, അത് പാടാനുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെ പാടാനുള്ള ഒരു പഠിക്കാനും അല്ലേ. അയ്യോ അതൊരു വലിയ അനുഗ്രഹമല്ല അവരോട് പാടുമ്പോൾ. അവരുടെ പാട്ടുകൾ ഞാൻ പാടും. ഇപ്പൊ മാനേജറിന്റെ പാട്ടുകൾ നരുരാഗ നാടകത്തിൻ അന്ത്യമാം രംഗം തീർന്നു. അരങ്ങിതിലാളൊഴിഞ്ഞു കാണികൾ വേർപിരിഞ്ഞു. എത്ര വർഷം കഴിഞ്ഞാൽ അത് മറക്കത്തില്ല. അതല്ല കമൂറ സാറിൻ്റെത് ആത്മവിദ്യാലയമേ ആത്മവിദ്യാലയമേ അവധിയിലാത്മവിദ്യാലയമേ. ഇത് ഇപ്പോഴും ഏത് വേദി ചെന്നാലും ഓൾഡ് ഈസ് ഗോൾഡ് ഈ 2 പാട്ട് പാടാതെ വിടത്തില്ല. അപ്പം അത്രയും ഭാഗ്യമൊക്കെ എനിക്ക് കിട്ടി. ഇത്രയും ഒന്നാലോചിച്ച് നോക്കണം. അതൊരു ദൈവാധീനം. അവരുടെയൊക്കെ ആ ഒരു പ്രാർത്ഥനയും അവരുടെയൊക്കെ അനുഗ്രഹവും ഒക്കെ ഉണ്ട്. അതായത് തന്നെയായിരുന്നു. അത് തന്നെ ആയിരിക്കണം സാറ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് റിലീസായ ജമാലിന്റെ സിനിമയിൽ ഒരു മനോഹരമായ ഒരു പാട്ട് പാടാനുള്ള അവസരം കിട്ടി. അപ്പൊ പുതിയ ജനറേഷന് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് അതിലൊരു 4 വരി പാടാം. അതൊരു പിന്നെ കോയിൻസിഡൻസ് എന്ന് പറയാം. കാരണം ഇങ്ങനെ ഈ ഒരു ചിത്രം സുരേഷ് എന്ന് പറഞ്ഞ ആളാണ് പ്രൊഡ്യൂസർ, അതായത് നാടോടി മണ്ണിനൊക്കെ എടുത്ത്. പുള്ളിക്കാരൻ എൻ്റെ ഫ്രണ്ടാണ്. അതിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വിക്കി തമ്പി എന്നൊരാളാണ്.
അതെൻ്റെ MG കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം അവരിങ്ങനെ വന്നപ്പം ഒരു വേദിയിൽ കുടിക്കുമ്പോൾ ഞാൻ അവിടെ വന്നു. അയ്യോ രാധാഷ, ഇതൊക്കെയാണ് സമയം എന്ന് പറയാൻ. രാധാഷ കൊണ്ട് നമുക്ക് ഈ പാട്ട് പഠിപ്പിച്ചോളുന്നു. ഞാനൊന്ന് ചെന്ന് അവരുടെ റൂമിലോട്ട് ഞാൻ നിന്ന് കയറുന്നു. ഇങ്ങനെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഉദയൻ അമ്പാടിയാണ് ക്യാമറ. ഞാൻ പറഞ്ഞു പാട്ടോ, എന്ത് പാട്ട്? ഞങ്ങൾ സിനിമ എടുക്കാൻ പോകുന്ന അതിലൊരു നല്ല പാട്ടുണ്ട്, ബഹളം പാട്ടൊന്നുമല്ല, നിനക്ക് പറ്റിയ പാട്ടാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ശരി, എപ്പോഴും വരണം? അതൊരു മ്യൂസിക് ഡയറക്ടർ അവിടെ വരും, അതിന് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ വർക്ക് ചെയ്യുന്നോട് പോയി. എനിക്ക് ആ കുട്ടിയെ പയ്യനെ എനിക്ക് അറിയത്തില്ല, കൊച്ചു പയ്യൻ, AR റഹ്മാൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന പയ്യൻ. പക്ഷെ ഞാൻ ചെന്നപ്പോൾ ഒരു ആവശ്യം എന്നെ റെക്കഗ്നൈസ് ചെയ്തു പെട്ടെന്ന്. ഞാൻ വിചാരിച്ചു വേറെ ആരാണെന്ന് വിചാരിച്ചത്. ചേട്ടാ വന്നൊക്കെ ആ പാട്ടൊന്ന് പഠിക്കാമെന്ന് പറഞ്ഞു. ആ പാട്ട് പഠിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അതൊരു താരാട്ട് പാട്ട് പോലെയാണ്. അത് മ്യൂസിക് ചെയ്തത് വർക്ക് ചെയ്യുന്ന കൊച്ചു ഒരു 25-25 വയസ്സുള്ള പയ്യനാണ്. മിടുക്കൻ. നൂറഴകേലാവൊളിയേ റസൂൽ പാടും കനവിൽ നീയല്ലേ, രാവഴകിൻ താരാട്ടിൽ നിൻ ചിരിയും ഇതൾ വിരിയില്ലേ, ആ മിഴികളണയുമ്പോൾ അമ്പിളി മൊഞ്ചുത്തലോടുമ്പോൾ കൺതുളുമ്പും തേനും തരാം. രാരീരാരീരം രാരാരോ, രാരീരാരീരം രാരാരോ, രാരീരാരീരം രാരാരോ, രാരീരാരീരം രാരാരോ. നാളെ പാട്ട് സെൻസ് ഉള്ള ഒരു നല്ല മിടുക്കൻ പയ്യനാണ്. ഇത്തരം പാട്ടൊക്കെ പാടുമ്പോൾ നമുക്ക് ഇതിന് മുമ്പ് വന്ന ഏതെങ്കിലും പാട്ടുമായിട്ട് ഒരു ഇതൊന്നും വന്നിട്ടില്ല. അപ്പൊ അവൻ പാടിയെന്ന് പോയി ചേട്ടാ അയ്യോ ഇത്ര ഞാൻ പറഞ്ഞു നീ പറഞ്ഞു തന്നു, ഞാനതുപോലെ പാടി. നല്ല ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് മധു എന്നൊരാളാണ്. അപ്പം ഈ പാട്ട് പിന്നെ സിനിമയ്ക്കുള്ളിൽ കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും അങ്ങ് ഇഷ്ടം. അപ്പോൾ എൻ്റെ പേരൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, എൻ്റെ ആകാശം ഒരുപാട് നാളുകൾക്ക് ശേഷം. അപ്പം അങ്ങനെ പാട്ട് ഒരുപാടൊക്കെ ഇഷ്ടപ്പെട്ടത് എന്നാലും ഒരുപാട് വിളിക്കുന്നുണ്ട്. അത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ഒരു ലിമിറ്റഡ് ഒരു നോളജ് വെച്ചിട്ട് ചേട്ടൻ്റെ ഒരു റെൻഡിഷൻ, ഒരു സ്റ്റൈലും ഒരു ശബ്ദവും ഇത് വെച്ചിട്ട് ഒരു അടിച്ചുപൊളിക്കൊന്നും പറ്റുന്ന ഒരു ഇതല്ല. അടിച്ചുപൊളിയും പാടുന്നുണ്ട്, അത് ഇഷ്ടം പോലെ പാടും. കാരണം വേൽമുരുകയൊക്കെ നമ്മൾ ഏത് സ്റ്റേജിലാണെന്ന് ചോദിക്കും. വേൽമുരുക ഹരേ ഹര വേലായുധ. അത് നമ്മൾ സംഗീതത്തിൽ എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം മെലഡികളാണ്. ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുമ്പോൾ പഴയതിനോട് വേണ്ട പുതിയതോടെ പാടിക്കൂടെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ ഇതാണ്. ധിം തതക്ക കൊടുമല്ല ഗണപതി, ധിം തതക്ക കോട്ടയ്ക്ക ഗണപതി, അത്തരം ടൈപ്പ് പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. പിന്നെ കൈയോട് കൈ മെയ്യോട് മെയ് ചെമ്പ ചെമ്പ കുറുവ കൊമ്പ കൊമ്പ കുറുവ ചെമ്പാവ് നെല്ലോല പോത്തുപോയി കള്ളിപ്പൂവും വള്ളിപ്പൂവും ജല്ലിപ്പൂവും വള്ളിപ്പൂവും നല്ല ആ ഒരു. അപ്പൊ അങ്ങനെ പിടിച്ചിരുന്ന ഈ പ്രേക്ഷകർ വരുന്നത് അല്ലെങ്കിൽ ശ്രോതാക്കൾ അതവർക്ക് എല്ലാ ടൈപ്പ് പാട്ട് ആസ്വദിക്കുന്നവരുണ്ട്. അതൊക്കെ ഒരു പിന്നെ നമ്മളന്ന് ദാസേട്ടനുള്ള അനുഭവമൊക്കെ പറഞ്ഞെങ്കിൽ ദാസേട്ടൻ ഇങ്ങനെ ഞങ്ങളോട് അന്ന് കാർഗിൽ ഫണ്ട് റൈസിങ്ങിൽ പാടിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ദാസേട്ടന് വളരെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ദാസേട്ടൻ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ ഒരു തുണ്ട് കൊണ്ടുവന്നു. അത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ഉദയചേട്ടനും സുരേഷിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് കൊടുത്തതിന് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ ദാസേട്ടൻ കണ്ടത് ഞാൻ മാറി എടാ മോനെ അതിഞ്ഞെത്താ എന്താണ് അദ്ദേഹം കൊണ്ടുവന്നത് നോക്കട്ടെ. ഞാൻ ഇവിടെ ഒന്നുമില്ല ദാസേട്ടൻ ഇതാക്കിയപ്പോൾ ഒരു പാട്ടാണ്. ആ പാട്ട് പറയാം അപ്പാരെ പാട്ട് ദാസേട്ടൻ തന്നെ പാടിയ പാട്ട്. ആകാശദീപമേ നക്ഷത്രമേ അലരുകൾ കരിയുമീ മണ്ണിൽ വരൂ ഒരു തരി വെട്ടം പകർന്നു പോകൂ
ആകാശദീപം. ദാസേട്ടൻ നോക്കിയിട്ട് എൻ്റെ തിരിച്ചു തന്നു. അപ്പോൾ മറ്റേ പുള്ളി കഴിച്ച് ദാസേട്ടൻ പാടും. പക്ഷെ അതിനു മുമ്പ് ദാസേട്ടൻ ഹരിമുരളിയൊക്കെ പാടി ഇങ്ങനെ തകർത്തേക്കുമ്പോൾ എൻ്റെ ഞാൻ കാൽ പിടിച്ചു. അവിടെ എന്താ അത് ചില ദിവസത്തെ പെർഫോമൻസ് നമുക്ക് അത് എന്തോ ഒരു അന്ന് പാലക്കാട് നടന്ന ഇത്രയും ദേവന്തപുരം ഇറങ്ങി വന്ന ദാസേട്ടനെ ഇങ്ങനെ പാടിപ്പിക്കുന്നുണ്ട്. എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമാണത്. ദാസേട്ടൻ്റെ മനസ്സൊക്കെ എന്ത് ഇതായിരുന്നു പറയും, പ്രസൻ്റ് ആയിരുന്നു. അത് ഞങ്ങൾ അവസാനം ഫോട്ടോഗ്രാഫറെ കൊണ്ടുപോയി. അപ്പോൾ ആ ഫോട്ടോഗ്രാഫർ ഇല്ല. അപ്പം എല്ലാവരും മാറി കഴിഞ്ഞാൽ ബാനു സാറേ ബാ, രാധാകൃഷ്ണ ബാ എന്നിട്ട് ഒരു ഫോട്ടോ ഞാൻ എടുത്തു. അതാണ് ഞാൻ ഇപ്പം ഞങ്ങൾ ഒരു കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത് ഇത് ചെയ്തു. ഒരു ബുക്ക് പ്രകാശനം ഉണ്ടായിരുന്നു നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദാസേട്ടൻ്റെ ഒരു ബുക്ക്. അതെ, അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ദാസേട്ടൻ്റെ പടമൊക്കെ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോ സാറ് ഈ ജമാലിന്റെ പുഞ്ചിരിയിലെ വളരെ അസലായിട്ടുള്ള ഒരു പാട്ടാണ്. പാടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച് സാറ് മുഴുവൻ പാടുമ്പോഴും കണ്ണടച്ചിട്ടാണ് പാടിയത്. അപ്പൊ അത് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഉദയവാനി ചേട്ടൻ പാടുമ്പോൾ കണ്ണടച്ചേ പാടുള്ളൂ. വേറെ കോൺസെൻട്രേഷൻ ഇല്ല, സംഗീതം മാത്രം, ശ്രുതിയൊക്കെ. സ്റ്റേജിൽ ഒട്ടുമിക്കാനും ഞാൻ വേറെ തോന്നില്ല. നല്ല ലൈറ്റൊക്കെ ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ ആയിരിക്കും, ആരെയും കാണാൻ ഒക്കത്തില്ല. അപ്പൊ ഇതുപോലെ സ്റ്റേജിലൊക്കെ നടന്ന നല്ല രസകരമായ കാര്യങ്ങളുണ്ട്. ഒരു ഉത്സവപ്പറമ്പിൽ ഞങ്ങൾ പാടാൻ ചെല്ലുന്നു. അപ്പോഴേ ഈ കൊച്ചു കുട്ടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം പോലീസ് ഗോൾഡാണെന്ന് ആദ്യം അനൗൺസ് ചെയ്തു. കുട്ടികൾ ഫ്രണ്ട് ഇരിക്കുകയല്ലേ, ലജ്ജാവതി ഒന്ന് പാടണേന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കുന്നു, ചേട്ടൻ. അപ്പം ഞാൻ പാടാൻ മോനെ, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് ആദ്യം പറഞ്ഞു. അത് കേൾക്കാൻ വേണ്ടിയാണ് ആൾക്കാരിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ ജോയിയാണ് കീബോർഡ്. ജോയി നമുക്ക് ലജ്ജാവതി എന്നുള്ള പഴയ മറ്റേ ആ പാട്ട് ആ പാട്ടുകാരാണ്. ലജ്ജാവതി ലജ്ജാവതി നിൻമിഴികളടഞ്ഞു. അപ്പൊ കുട്ടികളും ഈ ലജ്ജാവതി അല്ല ഒരു മോനെ ഇതാ. അവിടെ നിന്നൊരു ഭയങ്കര ബാക്കിലുള്ളവര് ലജ്ജാവതിയാണ് പാട്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം അനുഭവങ്ങൾ ഓൾഡ് ഈസ് ഗോൾഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത. ജമാലിന്റെ പുഞ്ചിരി സിനിമയിൽ പാടുന്നതിന് മുമ്പ് കുറെ സിനിമകളിൽ സാർ പാടി. അനന്തഭദ്രത്തിലാണ് അതിന് മുമ്പ് പാടിയത്. അനന്തഭദ്ര ഒരു ഭയങ്കര ഒരു ഫിലിമായിരുന്നു. കാരണം സന്തോഷിന്റെ ഡയറക്ഷൻ, ഫോട്ടോഗ്രാഫി. അപ്പോൾ അതിൽ റെക്കോർഡ് ഞാനും എൻ്റെ ശ്രീകുട്ടനുമാണ് പാടുന്നത്. ചിത്രമയുണ്ട്, ദാസേട്ടൻ്റെ ഒരു ഉഗ്രം പാട്ടുണ്ട്, തിരനുരയും ചുരുടി. അത് പാടാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ ഈ പടം എടുത്തിരിക്കുന്ന എൻ്റെ ഒരു ബന്ധുവാണ്. അറിയാം, ജയചന്ദ്രൻ എന്ന് പറയും, അൽഗ കൺസ്ട്രക്ഷൻസ്. അപ്പം പിന്നെ സുനിൽ പരമേശ്വരൻ ആണ് പോകുന്ന കഥ. അപ്പം പുള്ളിക്ക് പടം എടുക്കണമെന്നുണ്ട്, ബാക്കി കാര്യങ്ങളിലൊന്നും വലിയ ഇതില്ല. അപ്പം പറഞ്ഞു, പിന്നെ നമ്മുടെ മണിയം പുള്ളിയാണ് ഏൽപ്പിച്ചത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട്. പടമൊക്കെ നിങ്ങളടുത്ത് ഏത് ആർട്ടിസ്റ്റിനെ വെച്ചോ ഒന്നും പ്രശ്നമില്ല, പക്ഷേ എൻ്റെ ചേട്ടൻ രണ്ട് പാട്ട് കൊടുക്കണമെന്ന് പറയും. അല്ലാതെ ചെയ്യാൻ പറ്റും. അപ്പം ചേട്ടാ രാജശേഖരനാണെന്ന് പറഞ്ഞു. അങ്ങനെ മണിയമ്പിള്ള അദ്ദേഹം വിളിച്ചു പറഞ്ഞു, രാജശേഖരനാണ് സംഗീതം, നിങ്ങൾ രാജശേഖരനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ രാജശേഖരനെ കണ്ടു. നമ്മളെപ്പോഴും റേഡിയോ സ്റ്റേഷനിൽ കാണുന്നത് അദ്ദേഹത്തിന് ഒട്ടനവധി ലളിതമാണ് ഞാൻ പാടിയിട്ടുണ്ട്. എടാ നീ എൻ്റെ കൂടെ നടന്നിട്ട് ഒരു പാട്ട് പോലും ഞാൻ സിനിമയിൽ വേണമെന്ന് നീ ചോദിച്ചിട്ടില്ലല്ലോ, ദയവായിട്ട് ഒരു പാട്ട് നിനക്ക് തന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് ആ പാട്ട് ശ്രീകുട്ടിനെ കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്തിട്ട് എന്നെ ഏൽപ്പിച്ച് കാസറ്റ് ഞാനായിട്ട് പഠിച്ചു. ഞാൻ പാടി വന്നപ്പം അപ്പം നിൻ്റെ കയ്യിലുള്ള ഈ മ്യൂസിക് തിങ്സ് ഉണ്ട്, അത് ശ്രീകുട്ട ഇടുന്ന തിങ്സ് എന്നുണ്ട്, നീ എന്നെ ഇടുന്ന തിങ്സ്, നിൻ്റെ തിങ്സ്, അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം ഇട്ടൊക്കെ പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പാട്ടാണ്, അത് നല്ലൊരു പാട്ടാണ്, അത് നന്നായിട്ട് വന്നു. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ടാണ് വന്നത്. അത് ഒരുപാട് പിന്നെ കാട്ടിക്കൂടെ പോകുമ്പോഴൊക്കെ ഉള്ള ഒരു സംഭവമാണത്. വസന്തമുണ്ടോ ചുണ്ടിൽ സുഗന്ധമുണ്ടോ, പിന്നിലാവുദിക്കും കണ്ണിൽ കവിതയുണ്ടോ, തൂമണിത്തുണ്ടപ്പൂവേ നിന്നെ തലോടുമ്പോൾ തങ്കമെന്ന പോലെ തിങ്കൾ മുഖം തൊടുത്തു, എന്തേ 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 വസന്തമുണ്ടോ ചുണ്ടിൽ സുഗന്ധമുണ്ടോ, വസന്തമുണ്ടോ ചുണ്ടിൽ സുഗന്ധമുണ്ടോ. ഇത് എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്.
അപ്പം ഞങ്ങളായിട്ട് കോഴിക്കോട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരി അദ്ദേഹം ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നു. അപ്പോൾ എല്ലാം ഉദയവാഴ്ചേട്ടനെ കണ്ടപ്പോൾ ചാടിയൊക്കെ എണീറ്റ് അതാ ഇതേ വസന്തം. അപ്പോൾ ഞാനാണ് പാടിയത്, പുള്ളിക്കറിയാം. അപ്പോൾ ആലോചിച്ചു, ചേട്ടാ വസന്തമുണ്ടോ ചുണ്ടിൽ സുഗന്ധമുണ്ടോ? എന്താ ചുണ്ടിൽ സുഗന്ധം? അപ്പോൾ പുള്ളിയുടെ കമൻ്റാണ്, ആ ചുണ്ടിൽ സുഗന്ധം വാസനപ്പാക്ക് എന്തെങ്കിലും ഇട്ടുകയാണോ, അതായിരിക്കും ചുണ്ടിൽ സുഗന്ധം എന്ന് പറയുന്നത്. വലിയ തമാശ. പക്ഷെ വളരെ നഷ്ടമായിപ്പോയി നമുക്ക്. ഗിരീഷ് പുത്തഞ്ചേരി അദ്ദേഹത്തിൻ്റെ ഈ പാടാനുള്ള ഒരു ഇത് കഴിവ് ഇതെങ്ങനെയാണ്? എനിക്ക് എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മ ഈ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ കാണും നീ അതേപോലെ അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ, അതൊക്കെ ഈ നിക്കൽ പ്രായത്തിൽ ഞാൻ ഇങ്ങനെ കൂടെ ഞങ്ങളെല്ലാവരും ഇരിക്കുകയല്ലേ, അപ്പം അതൊക്കെ കേൾക്കും. എൻ്റെ സിസ്റ്ററും, അതായത് സ്കൂളിൽ ലളിതഗാനത്തിന് ഫീമെയിൽ വോയിസ് ഫസ്റ്റും മെയിൽ വോയിസിന് ഫസ്റ്റ്, അങ്ങനെ 3 വർഷം സെൻറ്റ് മേരീസ് സ്കൂളിലാണ് പഠിച്ചത്. സെൻറ്റ് മേരീസ് സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഭവം തന്നെ. ഞാൻ ഇത്ര ഷൈ ആയിട്ടുള്ള ഒരുത്തനില്ല, ഈ പാടാൻ പേടിയായിരുന്നു. അങ്ങനെ ഈ ഹൈസ്കൂള്, മിഡിൽ സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലോട്ട് കയറുമ്പോൾ മീറ്റിംഗ് വയ്ക്കും. അപ്പം എന്നെ പഠിപ്പിച്ച ലീലാമണി ടീച്ചർ, അപ്പം മീറ്റിങ്ങിനിടയിൽ അപ്പം ഞാൻ ഈ മൂളിപ്പാട്ട് പാടുന്ന എൻ്റെ ഒരു സുഹൃത്ത് ബെഞ്ചിൽ, അന്ന് നിക്കറാണ്, പാട്ട് ഞാൻ പാടുന്നുള്ളത്. ഞാൻ പറയും പക്ഷെ നീ കയറി പാടും, എനിക്ക് പേടി. അപ്പം വേറൊരാൾ കയറി ഒരു കൂടെ പഠിക്കുന്ന ഒരാൾ. അപ്പം ഞാൻ ഇതുണ്ടോന്ന് അത് ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞു. മനസ്സിൽ അവൻ്റെ അടുത്തും പറഞ്ഞു, എന്നാൽ പിന്നെ നിനക്ക് പാടിക്കണം. അപ്പം ടീച്ചർ വെച്ച് അവിടെ എന്താ ബഹളം? ടീച്ചർ രാമകൃഷ്ണൻ നന്നായിട്ട് പാടും, പക്ഷെ ഞാൻ പറഞ്ഞ ടീച്ചർ ഒന്നാമത് മേശപ്പുറത്ത് ചൂരിലൊക്കെ വെച്ചിട്ടുണ്ട്. അവൻ ഭയങ്കര പേടിയാണ്, ടീച്ചേഴ്സിനെ ഒക്കെ നമുക്ക് ഭയങ്കര പേടിയാണ്, ബഹുമാനവും. ഇവിടെ വരും എന്ന് പറഞ്ഞു. രാഷ്ട്രം പാടുന്ന ആളുടെ മോന്തൻ പറഞ്ഞു എന്തുകൊണ്ട് പാടിക്കൂടാ? ഞാൻ പറഞ്ഞു ടീച്ചർ ഭയങ്കര വിറയിലായിരുന്നു. അന്ന് സ്കൂളിൽ പാടിയ ആദ്യത്തെ പാട്ട് അന്ന് പൂജാ പുഷ്പമേ പൂജാ പുഷ്പമേ പുഴി വീണ പൂജാ പുഷ്പമേ പുതിയ കോവിലിൽ പൂജാരി നിനക്കായി പൂത്താളിയൊരുക്കി പൂജാ പുഷ്പമേ. ഇത് മുഴുവനും പാടി ഞാൻ ഇതുപോലെ കണ്ണു അടച്ചുകൊണ്ട് കൈയും കെട്ടി അങ്ങ് പാടി. നോക്കിയപ്പോൾ അപ്പുറത്തെ ഓരോ ഇത് വെച്ചിട്ടുണ്ട്, 7, 6, 5 സ്കൂൾ ഇതുണ്ടല്ലോ. അവിടുത്തെ കുട്ടികളും ടീച്ചേഴ്സ് എല്ലാം പാടുന്നു. അന്നാണ് എൻ്റെ പേടി മാറിയത്. ഹെവി പാട്ടല്ലേ? ഹെവി പാട്ട്. അതൊക്കെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ 8, 9, 10 ഇത് ആർച്ച് ബിഷപ്പ് തിരുമേനി ഗ്രിഗോറിയസ് ബെനിഡിക്ട് മാർഗ്രിയോസ് തിരുമേനിയുടെ സ്കൂളാണ്, സെൻറ്റ് മേരീസ് സ്കൂള്. അപ്പം തമ്പി സാറിന് ഭടനാവിൽ ബസ് വന്നിട്ട് സിനിമയിലേക്ക് അറിയിച്ചിട്ടുണ്ട്. സാറാണ് ഞങ്ങളെ മലയാള സാർ. പിന്നെ തിരുമേനി വരുന്നുണ്ട്, അപ്പം നീ 2-3 പാട്ട് പാടാൻ തരാം. ഞാൻ പറഞ്ഞു തിരുമേനിയിലൊക്കെ അപ്പം തന്നെ മുട്ടടി തുടങ്ങി. പിന്നെ അന്ന് CH മുഹമ്മദ് സാറാണ് കുറച്ച് കാലത്തേക്ക് മുഖ്യമന്ത്രിയാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ അപ്പം ആദ്യം പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രസംഗം, ഗാനം M രാധാകൃഷ്ണൻ. അങ്ങനെ ഓരോരുത്തരും പ്രസംഗത്തിനിടയിൽ ഗാനം M രാധാകൃഷ്ണൻ. അങ്ങനെ 3 പേർക്ക് എൻ്റെ പേര്, എൻ്റെ സിസ്റ്ററുടെ പേര് പോലും ഇട്ടില്ല. ഒരു തിരുമേനി വന്നു. തിരുമേനിയുടെ ആ സ്വഭാവം എന്തൊരു പെരുമാറ്റം തമ്പരാന് വന്ന് ഇരുന്നു. ആദ്യത്തെ പ്രാർത്ഥന ഗാനം നമ്മുടെ പിന്നെ സ്കൂളിൽ തന്നെ പാടുന്നു. പാരിന്നു പരിപൂർണ ശാന്തിയേകിടാൻ പാവന ചരിതയം മേരീതൻ നാമം പരിചോടിണങ്ങിയ വിദ്യാലയമേ പരിശോഭ പൂണ്ടെന്നും വിജയിക്കാമേന്മ. ഇത് എല്ലാ ദിവസവും സ്റ്റേജിലെ പിറകെ ഞങ്ങളാണ് പാടുന്നത്. ഞാനും എൻ്റെ വേറെ ഞങ്ങൾ പാടി പ്രാർത്ഥന കാണാം. അത് ഞങ്ങൾ വെളിയിൽ ഫ്രണ്ടി വരില്ല, വേക്കുന്ന പാടും. എന്നിട്ട് ഇതൊക്കെ വായിക്കുമല്ലോ, നമ്മുടെ എന്താ എൻ്റെ രാജ്യം, ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു. അപ്പം അത് കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് അടുത്ത പാട്ട്, ആദ്യത്തെ പാട്ട് എന്നെ വിളിച്ചു, നീയാണ് പാടേണ്ട പാട്ട് ഇപ്പോഴേ സെലക്ട് ചെയ്ത് വെച്ചു. ഞാനാണെങ്കിൽ
അപ്പോൾ ഈ പരിപാവനമായ ഒരു അന്തരീക്ഷമാണ്, ദൈവികമായ അന്തരീക്ഷം. ആർച്ച് ബിഷപ്പ് തിരുമേനിയൊക്കെ വരുന്നു, മുഹമ്മദ് സാറ്, നമ്മുടെ ആർച്ച് ബിഷപ്പ് തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഇദ്ദേഹമായിരുന്നു, ചെറിയാൻ ബിൽക്ക്. അദ്ദേഹത്തിൻ്റെ പെറ്റായിരുന്നു. ഇദ്ദേഹം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും കാണുമ്പോൾ ആ കഥയൊക്കെ പറയും. അപ്പോൾ ആ പാട്ട് നീ ഏത് പാട്ടാണ് പറഞ്ഞു? ഞാൻ ഈശ്വരൻ. തമ്പി സാറിന് പാട്ടൊന്നും മുഴുവനൊന്നും കേൾക്കണ്ട, ഈശ്വരൻ എന്ന് കേട്ടപ്പോൾ ഈശ്വരനെ പറ്റി ആയിരിക്കുമല്ലോ. അങ്ങനെ ആദ്യത്തെ പാട്ടതാണ്. ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്കതൊക്കെ. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. ഈ പാട്ട് പാടി ഞാൻ ബാക്കിൽ. അപ്പം പിന്നെയാണ് ഞാൻ ഇവിടെ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് എല്ലാം കൂടെ കേൾക്കാൻ വന്നു പാട്ട്. അപ്പം ഞാൻ വെറും നിൽക്കിട്ടൻ കഴിഞ്ഞാൽ പേടിച്ചില്ല പാടും. ഇതെല്ലാം തിരുമേനി അടുത്ത് വന്നിട്ട് അത് ഈ മോതിരം ചുംബിക്കാൻ തരും അവരിങ്ങനെ. ചെറിയാനെ, ഈ കുഞ്ഞിന് എന്താവശ്യമുണ്ടെങ്കിലും അവിടെ ഓഫീസിൽ പിന്നെ നീ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. എനിക്ക് വലിയ ഇതീപരം ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഗ്രഹം ഒരുപാട്. എനിക്ക് നമ്മളിതൊന്നും അറിയില്ല. അന്നത്തെ 8ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന നമുക്ക് എന്താ അത്രയ്ക്ക് വലിയൊരു ഒന്ന്. പിന്നെ ഞാൻ എൻ്റെ അനന്തരം ഒരു അഡ്മിഷൻ വാങ്ങിക്കാൻ വേണ്ടി വിളിച്ചത് തിരുമേനി ഉണ്ട് അവിടെ. അപ്പം അഡ്മിഷൻ അവിടെ തന്നു. അപ്പം പിന്നെ കോളേജ് 5 വർഷം ഡിഗ്രി. പിന്നെ അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ഞാനും എൻ്റെ കൂടെ അഡ്വക്കേറ്റ് പ്രാക്ടീസ് ഇംതിയാസ് മുഹമ്മദ് എന്ന് പറയും, ഞങ്ങളാണ് പ്രോഗ്രാം. ഞങ്ങൾ CPIയുടെ MLA ക്വാർട്ടേഴ്സിലാണ് ഞങ്ങളുടെ വാസം. കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. പ്രോഗ്രാം വരും, ഇങ്ങനെ പിന്നെ പോവും. അന്ന് നമുക്ക് വട്ടച്ചെലവിന് കിട്ടുന്ന ഗാനമേള പാടി കിട്ടുന്ന പൈസയാണ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇരിക്കുമ്പോൾ നമ്മുടെ KP ജയന്തൻ, ഇപ്പോഴത്തെ CPIയുടെ ജയന്തനൊക്കെ ഞങ്ങൾ എപ്പോഴും മീറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് CPIക്ക് വേണ്ടി ഒരു കാസറ്റ് ചെയ്യണം, രക്തപ്രതിജ്ഞ എന്ന കാസറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആരാ സംഗീതം? ദേവരാം മാസ്റ്റർ. മുട്ടടി തുടങ്ങി ദേവരാം മാസ്റ്റർ സംഗീതം പാടാനായിട്ട് ഞങ്ങൾ. അപ്പം എന്ത് ദേവരാം മാസ്റ്ററത്തൊക്കെ ഞങ്ങൾ എങ്ങനെ ചെന്ന് നിൽക്കും? ഞാൻ ദേവരാം മാസ്റ്റർ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക്. അപ്പോൾ ദേവരാം മാസ്റ്റർ ഈ ഇവരുടെ അടുത്തൊക്കെ വലിയ കാര്യം, പാർട്ടിക്കാരുടെ അടുത്തൊക്കെ വലിയ കാര്യം. ഞങ്ങളും ദേവരാം മാസ്റ്റർ പരിചയപ്പെടുന്നതുമില്ല. ഞങ്ങൾ ദേവരാം മാസ്റ്ററെ കണ്ടു. അതെ, വന്നു ഗോർഗി ഭവനിൽ വെച്ചാണ് റെക്കോർഡിങ്. അപ്പം 3 ഫീമെയിലും 3 മെയിലും പാട്ടുകാരായിട്ടുള്ളത്. ദേവരാം മാസ്റ്ററുടെ ചിട്ടയൊക്കെ നമുക്ക് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പാടുമ്പോൾ പാട്ട് പാടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പാടണം, ഞാൻ പറഞ്ഞു തരുന്നത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടി കഴിയും. ദേവരാം മാസ്റ്റർക്ക് ഭയങ്കര ഇതായിരുന്നു. ദേവരാം മാസ്റ്റർ നമ്മളെ ഭയങ്കര അങ്ങ് ഇഷ്ടമായി. അപ്പം നമുക്കും പേടിയൊന്നും മാറി. ദേവരാം മാസ്റ്റർ നന്നായിട്ട് പാടി നിങ്ങളെല്ലാവരും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ദേവരാം മാസ്റ്റർ ഞാൻ വന്നാൽ താമസിക്കുന്നത് കരമന ഒരു വീട്ടിലാണ്. ഞാൻ 2 ദിവസം കൂടെ കാണും, പറ്റുമെങ്കിൽ നാളെ അങ്ങോട്ട് ഇറങ്ങണം. ഞങ്ങളെ മുഖത്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ദിവസം നമ്മൾ മാസ്റ്ററിന് ചെല്ലാൻ പറഞ്ഞു, ചെന്നില്ലെങ്കിലും ബുദ്ധിമുട്ടല്ലേ, പേടിയുണ്ട്. അവിടെ ചെന്ന് മാഷ വരും അകത്ത് വരും ഇരിക്കുന്നു. അപ്പം ഹാർമോണിയം എടുത്തിട്ട് വേറെ ആളെ കൂടി മാസ്റ്റർ സഹായിക്കാൻ ആളുണ്ട്. അപ്പം ഒരു പാട്ടങ്ങ് പാടും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാസ്റ്റർ വെച്ച് പാടിയ പാട്ട്, സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം പാടില്ല. ഞാനിവിടെ വരുമ്പോഴൊക്കെ വന്ന് എന്നെ ഒന്ന് കാണണം, ഇത്രയേ പറഞ്ഞോളൂ. നമ്മളെവിടെ പോകേണ്ടവനായിരുന്നു. ഒരുപാട് വേഷം പോയി മാഷ കണ്ടത്. എനിക്ക് എവിടെയെങ്കിലും മൂലയിൽ പാട്ട് എനിക്ക് 100% വിശ്വാസമുണ്ട്. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിവിടെ കാണും, ഇത് വന്ന് ഞാൻ ആ പാട്ട് പാടി മാസ്റ്റർ ഇഷ്ടമായും തോന്നുന്നു. ഞാൻ പോയില്ല സജി, ഞാൻ പോകാൻ പറ്റാത്ത വേറെ ഒന്നും കൊണ്ടല്ല. മാഷ് എങ്ങനെയാണ് നമ്മൾ എത്ര എന്ന് പറഞ്ഞാൽ ചിലപ്പോഴേ പാട്ടിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാഷ് പെട്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. അങ്ങനെ ഇവിടെ ഗന്ധർവ സംഗീതം ഫൈനലിൽ വന്നു. അപ്പോൾ അതിന് നിശാനന്ദി ഓഡിറ്റോറിയത്തിൽ ഒരു ഫംഗ്ഷൻ. അപ്പം നമ്മളൊക്കെ പാടുന്നുണ്ട്, മറ്റുള്ള ചാനലൊക്കെ പാടി എല്ലാവരും വിളിക്കുന്നുണ്ട്. ഞാനുണ്ട്, ചിത്രയുണ്ട്, ജയൻ ചേട്ടനുണ്ട്, നമ്മുടെ കല്ലറ ഗോവന, അവർ MS നസീം, അന്ന് ജോൺസൺ മാസ്റ്ററാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കും ഒരു പാട്ടുണ്ട്.
ഞങ്ങളെല്ലാം അവിടെ ചെന്ന് ഞാൻ കയറുന്നതിന് മുമ്പ് അതായത് സോറി താകർത്തിട്ടാണ്, താകർത്തിൻ്റെ ബാക്കിൽ കൂടെ ഒരു വഴിയുണ്ട്, കാട് പിടിച്ചിടക്കണം. ഞാൻ അങ്ങോട്ട് കയറുന്നു, മാഷ് ചിത്രയുടെ കൈയും പിടിച്ച് ഇറങ്ങി വരുന്നു. എനിക്കാണെങ്കിൽ മാഷ് വരാൻ അവിടെ നിന്നാട്ടെ എന്നെ കണ്ടിറക്കപ്പെട്ട് ഞാൻ ഇങ്ങനെ എന്തേ ഞാൻ വരാൻ പറഞ്ഞിട്ട് വരാഞ്ഞത്, ചിത്രയുടെ കൈ പിടിച്ചോണ്ടാ മാഷ് കാറി കയറുന്നു. ഞാൻ ഒരു മാഷത്തേക്ക് എനിക്ക് പേടിയാണ്, മാഷ് നോക്കിയിട്ടങ്ങ് പോയി. വാസ്തവം ഞാൻ അത് മിസ്യൂസ് ചെയ്തെന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ചിത്ര രാഷ്ട്രീയത്തെ മാഷ് വന്ന് പറഞ്ഞില്ലേ എന്തുകൊണ്ട് പോയിട്ട്, ഞാൻ ചിത്ര മാഷടുത്ത് നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല, പേടിയാണ്. പക്ഷെ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ അങ്ങോട്ട് കയറി ഒരു പക്ഷെ മാഷെ പോലുള്ള ഒരാൾ ഇങ്ങനെ വരാൻ പറയുമ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ അതിനിടയ്ക്ക് ഏഷ്യാനെറ്റിൽ ആ പാട്ട് പാടിയല്ലോ, പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു അഴകേ നിഞ്ചിരി തൊട്ടു വിളിച്ചു ആശാലതികകൾ പുഞ്ചിരിച്ചു. ഈ പൗർണമി ചന്ദ്രികയും പകൽക്കിനാവും. അപ്പോൾ ദാസേട്ടൻ തന്നെ വിളിക്കുന്ന പകൽക്കിനാവെന്നാണ്. ദാസേട്ടൻ പറഞ്ഞത് കേട്ടിരിക്കുന്നു. ഈ പാട്ട് ടി വിയിൽ വന്നപ്പോൾ മാഷ് അത് കണ്ടിട്ട് ഞാനാണ് പാടുന്നത്. അപ്പം പ്രകാശ് എന്ന് പറഞ്ഞ മാഷയുടെ അസിസ്റ്റൻ്റാണ്. പ്രകാശ് അയാളോട് വരാൻ പറഞ്ഞിട്ട് എന്തേ വരാഞ്ഞതെന്ന് ചോദിച്ചു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത്. അന്നാ മാഷ് നിങ്ങൾ അന്വേഷിച്ചു, മാഷ് അന്വേഷിക്കുന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രകാശം എനിക്ക് മാഷ് നിൽക്കാൻ പേടിയാണ്. വാസ്തവത്തിൽ അതൊക്കെ ഞാൻ ചെയ്തത് വലിയതായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഒരു പാട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമ്മൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ എൻ്റെ പാട്ട് കേട്ടപ്പോൾ അയാൾ എന്തുണ്ട് പ്രകാശ ഞാൻ വരാൻ പറഞ്ഞിട്ട് വരാഞ്ഞത്. അപ്പൊ പ്രകാശ് എൻ്റെ മാഷ് അങ്ങനെ ആഴ്ച പറയുന്ന ആളല്ല, നിങ്ങൾ പാടിക്കൊണ്ടിരുന്നപ്പം ഇവൻ ഫോൺ വെച്ച് ഒരുമാതിരി ഭയങ്കര. ഞാൻ പറഞ്ഞു ഞാൻ പോയില്ല എന്നിട്ടും പോയില്ല. അപ്പോഴാണ് പിന്നെയാണ് ചിത്രയുടെ കൈ പിടിച്ചു വന്ന ഈ സംഭവം നടക്കുന്നത്. അതൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. 40-45 വർഷമായിട്ട് നിൽക്കുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഈ മലയാള ഭാഷയല്ലാതെ മറ്റ് ഭാഷ ഹിന്ദി അതും ഞാൻ പറഞ്ഞുതരാം. മലപ്പുറത്ത് പിന്നെ മലപ്പുറം കളക്ടറുടെ കെയർ ഓഫിൽ ഓൾഡ് ഈസ് ഗോൾഡ് ഉദയമതി ചേട്ടുണ്ട്, അന്ന് പിന്നെ പീലില്ലി ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഭയങ്കര സ്റ്റേജ്. മലപ്പുറം സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബുക്കയുടെ വേദിയാണ് ആ ഭാഗം, കോഴിക്കോടൊക്കെ. അപ്പോൾ അതിൽ കളക്ടർ എനിക്ക് തോന്നുന്നു വിശ്വംഭര സാറാണെന്ന് തോന്നുന്നു, എനിക്കറിയാം. എല്ലാം പാടി ഞങ്ങളൊക്കെ പാടിയിരുന്നപ്പോൾ അന്ന് സിതാര വരുന്നത് ഞങ്ങളുടെ കോഴിക്കോട് ഒരു ഫ്രോക്ക് ഇട്ടുണ്ടാണ് വരുന്നത്. അമ്മയും സിതാര ഇപ്പോഴത്തെ വലിയ പാട്ടുകാർ. ഇപ്പോഴും ആ കുട്ടി വലിയ സ്നേഹമുണ്ട്. എപ്പോഴും നമ്മൾ ആ കുട്ടിക്ക് നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഭാനുച്ചേട്ടൻ്റെ അടുത്ത് കളക്ടർ ഭാനുസാരാ ദുനിയാക്കി എടുക്കുവാല്ലേ. അപ്പം ഞാനത് വേറെ സ്റ്റേജിലൊക്കെ പാടുമായിരുന്നു. ബുധനാഴ്ചയായിട്ട് എന്നെ നോക്കിയിട്ട് രാധാകൃഷ്ണ എന്താ ആയിക്കൂടെ, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ഈ പാട്ടങ്ങ് പാടി. അത് ആ പാട്ടെന്ന് പറഞ്ഞാൽ അത് അസാധ്യ പാട്ടാണ്. നമ്മളെ അത് ബേസാണ്. ओ दुनिया के रखवाले सुन दर्द भरे मेरे लाले सुन दर्द भरे मेरे लाले. ഇത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഈ 3 സ്റ്റെപ്പ് മുകളിലെടുക്കണം. ഓ ദുനിയാ കേ രഘുവാലേ 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 രഘുവാലേ. ഈ ഇത്രയും സംഭവം ഞാൻ അന്ന് കളക്ടർ ഇത്രയും ഇത് പാടിയാലേ ആ പാട്ടിൻ്റെ ഉള്ളൂ. അത് റാഫി സാറിൻ്റെ വേറൊരു 5 തലങ്ങൾ 6 തലങ്ങളാണ് പാടിയിരിക്കുന്നത്. ഇത് പാടിക്കാൻ ഭയങ്കര കാര്യം.
അദ്ദേഹം എനിക്കൊരു ഉപകാരമൊക്കെ തന്നു. ഞാൻ ഈ പകർക്കിനാൾ പവനചന്ദ്രയെ പാടിയിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ഗന്ധർവ സംഗീതത്തിൻ്റെ മാഷ് പോയ ശേഷം അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ അങ്ങ് ഇരിക്കുകയാണ്. ചിത്രമുണ്ട്, ജയേന്ദ്രൻ ചേട്ടനെല്ലാം ഉണ്ട്. അപ്പം ദാസേട്ടൻ വന്നല്ലേ തുടങ്ങുള്ളൂ. അന്ന് നമ്മുടെ ജലചന്ദ്രൻ കേരള ട്രാവൽസ്, പിന്നെ അതേപോലെ ഇദ്ദേഹം ഉണ്ടല്ലോ രാജ്മോഹൻ സാറൊക്കെയാണ് അവർ. ജോൺസൺ മാഷാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഞങ്ങളെല്ലാം എങ്ങനെ ജയേന്ദ്രൻ ചേട്ടൻ തമാശയൊക്കെ കേട്ട് ഞങ്ങളെ പറയും, ചിത്രമൊക്കെ പറയും. ഞാൻ ഇരിക്കുന്ന ഫ്രണ്ട് ഡ്രൈവിലാണ് ഇരിക്കുന്നത്. എനിക്കൊരു പാട്ടുണ്ട്, എല്ലാ സിംഗേഴ്സും ഉണ്ട്. ദാസേട്ടൻ വരുമെന്ന് പറഞ്ഞു. ദാസേട്ടൻ നേരെ അവിടെ നിന്ന് നേരെ, അതായത് മറ്റേ ഹാളിൻ്റെ അവിടെ നേരെ ലെഫ്റ്റ് കൊടുത്തൊരു വഴിയുണ്ട്. നേരെ നടന്നു എൻ്റെ അടുത്ത് വന്നിട്ട്, എടാ ഇതിൻ്റെ ഒരു പാട്ട് ഞാൻ ഇപ്പം കേട്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ട ലളിതഗാനമാണ്, ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ദാസേട്ടൻ എല്ലാവരും ഇങ്ങനെ കാണും, എന്നെ ഇങ്ങനെ പിടിച്ച് ഒന്നല്ല ആ കാലങ്ങളിൽ ആ ഒരു, അതുകൊണ്ട് അടുപ്പം അന്ന പോലെ ഉണ്ടല്ലോ. അപ്പം ഇത്രയും പേരുടെ മുമ്പ് വെച്ച് ഇങ്ങനെ തട്ടിയിട്ട് പുള്ളി അങ്ങ് പോയി ചേട്ടൻ, നന്നായിട്ടുണ്ട് കേട്ടായി, എനിക്കിഷ്ടപ്പെട്ട ലളിതമാണ്. അപ്പം ഞാൻ ഉടനെ ഏഷ്യാനെറ്റ് വിളിച്ചു, എൻ്റെ ചേട്ടൻ്റെ പാട്ടുണ്ടായിരുന്നല്ലോ, പാട്ടേന്നറിയാം, ലളിതമാണ്. മാമ്പൂ വിരിയുന്ന രാവുകളിൽ മാതളം പൂക്കുന്ന രാവുകളിൽ ഞാനൊരു പൂ തേടി പോയി, ആരും കാണാത്ത പൂ തേടി പോയി. ഇത് പുള്ളി കേട്ടിട്ട് അപ്പം ചിത്രം രാഷ്ട്രീയത്തിൽ എന്തോ ഞാൻ പറഞ്ഞു, അദ്ദേഹം എൻ്റെ ഒരു പാട്ട് അദ്ദേഹം കേട്ടെന്നോ, അതൊരിപ്പം വലിയ ഒരു എന്താ വേൾഡ് അവാർഡ് കിട്ടുന്നതിന് തുല്യമല്ലേ. ദാസേട്ടനെ പോലെ ഒരു വ്യക്തി നമുക്ക് ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു കൊടുത്തൊരു. നമ്മൾ പഠിക്കാനായിട്ട് ബുക്ക് എടുക്കുമ്പോഴേ എനിക്കൊരു പ്രായത്തിൽ തൊട്ടടുത്ത ഹോട്ടലിൽ നിന്ന് വരുന്നത് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർ, ബുക്ക് മടക്കി വെച്ച് നമ്മൾ ഈ പാട്ട് കേട്ടുണ്ട്. വാസ്തവത്തിൽ അന്ന് മുതൽ തുടങ്ങിയ ഒരു ക്രൈസാണ് നമുക്ക്. സത്യം ഇതാണ് നമുക്ക് മറക്കാൻ പറ്റാത്ത. നമ്മൾ വേറെ ഒന്നും പഠിക്കണ്ട, ദാസേട്ടൻ പാടിയ പാട്ടുകൾ മാത്രം കേട്ടാൽ മതി, ഏത് പാട്ടും നമുക്ക് പാടാം. ഗുരുസ്ഥാനത്ത് ഒരാളെ നിർത്താൻ പറഞ്ഞാൽ ആരെയായിരിക്കും? എനിക്ക് വാസ്തവത്തിൽ മനസ്സുകൊണ്ട് ദാസേട്ടൻ തന്നെയാണ്. പിന്നെ രണ്ടുപേരുണ്ട്, എം ജി രാഷ്ട്രീയനും ഉദയവാനിച്ചേട്ടനും. അവർ രണ്ടുപേരാണ് ഈ റേഡിയോ സ്റ്റേഷനിൽ എനിക്ക് ഒരുപാട് ഞാൻ രാഷ്ട്രീയട്ടൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയട്ടൻ നീ എൻ്റെ അടുത്ത് ഇതുവരെ ഒരു പാട്ട് ചോദിച്ചില്ല, പക്ഷെ ദൈവമായിട്ടൊരു പാട്ട് കൊണ്ടുവന്നു, നന്നായിട്ട് ചെയ്ത്. രാഷ്ട്രീയട്ടൻ്റെ എറണാകുളത്ത് വന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ അമ്പലത്തിൽ തൊഴുകൊണ്ടിരിക്കുന്നു. അവിടെ നല്ല സമയം, നീ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഉദയവാനി ചേട്ടൻ ലാസ്റ്റ് കിടക്ക വരെ, അല്ലെങ്കിൽ കിടക്കയിൽ വരുന്നുണ്ട് റേഡിയോ സ്റ്റേഷൻ ലളിതഗാനം. അന്ന് നമ്മുടെ ലീലാമ്മ മാത്യുവാണ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. ഒന്ന് പറഞ്ഞ ബാലുചേട്ടൻ്റെ ഒരു 3 ലളിതഗാനം. ഓക്കെ ലീലാമ്മ, പാട്ടുകാരെ വേറെ അനുസരിച്ച് രാധാകൃഷ്ണൻ കൊടുത്താൽ മതി 3 ലളിതഗാനം കാരണം ഓക്കെ. 2 ലളിതഗാനം, ഒന്നും ഉദയവാനി ചേട്ടൻ തന്നെ പാടിയൊരു പാട്ടുണ്ട്, പ്രിയമുള്ളവളെ പ്രിയമുള്ളവളെ വിരിയും യൗവനമലരേ വികാരമാമൻ വീണ കമ്പിയിൽ ഒന്നു തൊടട്ടെ ഞാൻ മൃദുവായി. നമ്മൾ പോച്ചക്കാലാണെന്ന് തോന്നിയിരിക്കുന്നത്. നല്ല പാട്ട്. ആ പാട്ട് ഇപ്പോഴും റേഡിയോ സ്റ്റേഷനിൽ ഇടും. അതെന്നിട്ട് ചേട്ടൻ നടക്കാൻ പറ്റുന്ന വീൽ ചെയറിൽ കൊണ്ട് ഞങ്ങൾ അവിടെ സ്റ്റുഡിയോയിൽ കൊണ്ട് ഇരുത്തി ചേട്ടൻ കേട്ടു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമുക്ക് ഇതിപ്പോൾ എന്താ, നമുക്കൊരു ഒരു സ്വർഗലോകം കിട്ടിയ പോലെയുള്ള, പക്ഷെ അവർ നമ്മുടെ കൂട്ടത്തില്ല എന്നൊരു വിഷമം നമുക്ക് പോകും. ഇപ്പം ദാസേട്ടൻ പറഞ്ഞു, ഇവിടെ നമുക്ക് സ്റ്റേജിൽ കയറി അദ്ദേഹം പറഞ്ഞു, സ്റ്റേജിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേറെയാണ്, റെക്കോർഡിങ് സ്റ്റുഡിയോ വേറെ. സ്റ്റുഡിയോയിൽ നമ്മൾ ഒന്നും അറിയുന്നത്, അത് കൃത്യമായിട്ട് സ്റ്റേജിൻ്റെ ഒരു വേറൊരു രീതിയാണ്. കാരണം ആ അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓർക്ക സൗണ്ട്സ് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. സ്റ്റേജ് പെർഫോമൻസ് വിടും, പക്ഷേ നമുക്കൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എല്ലാം വിജയിക്കും, ഒരു സംശയമില്ല. ഇപ്പോൾ നമ്മുടെ വളരെ പ്രശസ്തനായ ആങ്കറും നടനും ഒക്കെ ആയ മിഥുൻ രമേശ് സാറുണ്ട്. അതെ, എൻ്റെ അനന്തരമാണ്. ആ ബന്ധം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക്. എൻ്റെ ഇളയ സിസ്റ്ററുടെ മകനാണ് മിഥുൻ. അവനൊരു പ്രോഗ്രാം, അവൻ കോമഡി ഉത്സവത്തിൽ എന്നെ പല പ്രാവശ്യം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പം കാരണം ഒരുപാട് പ്രാവശ്യം മാറി. അപ്പം എനിക്ക് ടിനി ടോമൊക്കെ നമ്മളെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്.
അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ടീമിൻ്റെ എന്നെ വിളിച്ചു ഇങ്ങനെ ബാലമോഹൻ രാധാകൃഷ്ണൻ ജി വന്നു. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാവരും നമ്മളെ അറിയാമല്ലോ. അതൊരു ഗംഭീര ഷോ ആയിരുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. നല്ലൊരു ആങ്കറാണ്. അതെല്ലാം അവൻ ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടി കിട്ടിയായിരുന്നു. ആ ഫാമിലിയിൽ എന്തായാലും ആ ഒരു ടച്ചൊക്കെ ഉണ്ടല്ലോ. ഇടയ്ക്കൊരു പാട്ടൊക്കെ പാടി കിട്ടിയിരുന്നു. എപ്പോഴും തിരക്കാണ് അവൻ. പൊതുവെ സാറിന്റെ ഒരു ക്യാരക്ടർ ഈ സെൽഫ് മാർക്കറ്റിംഗിൽ കുറച്ച് പിന്നോക്കവും അല്ലേ, അതെ, ആ അവസരങ്ങൾക്ക് വേണ്ടി അഗ്രസീവായിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു പ്രവണതയും ഇല്ലാത്ത ആളാണ് അല്ലേ? അതാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ തന്നെ സത്യമായിട്ട്. ജയറാം മാഷ പോലുള്ള ലെജൻഡുകൾ നമ്മളെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങണേന്ന് പറഞ്ഞാൽ അങ്ങനെ പോലും അദ്ദേഹം പറയാറില്ല. ആരോടും അങ്ങനെ പറയാറില്ല എന്നാണ് ഞാൻ എനിക്കത്. പക്ഷെ എന്തോ എന്നോടുള്ള ആ ഒരു വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞാൻ പോയില്ല. അതൊക്കെ എനിക്ക് വലിയ വിഷമമായിപ്പോയി. എന്നാലും എൻ്റെ പാട്ട് കേട്ടോണ്ടാണ് അത് പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ ദേവരം പിന്നെ ആശയനായിട്ടൊക്കെ നിൽക്കുന്ന ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ. ഇപ്പോ അന്യഭാഷയിൽ ഹിന്ദി പാടിയായിരുന്നു. ഹിന്ദി, തമിഴ്, പിന്നെ തമിഴൊക്കെ തമിഴ് അത് തന്നെ. അമ്മ എന്തഴയ്ക്കാതെ ഉയിരില്ലയേ, അമ്മാவை வணங்காது உயர்வில்லையே, அம்மா என்றழைக்காது உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே, நேரில் நின்று பேசும் தெய்வம் பெற்ற தாயொன்றி வேறொன்று ஏது, அம்மா என்றழைக்காது உயிரில்லையே, അമ്മാവൈ വണങ്ങാതെ ഉയരില്ലയേ. അതൊക്കെ ഒരു പിന്നെ ദാസേട്ടൻ പാടിയതാണ്. ഇടയായ സംഗീതം ആ സിനിമയിൽ മന്നൻ എന്നുള്ള സിനിമയിലാണ്. ആ സിനിമ കാണുമ്പോൾ തന്നെ അതെ അതെ എല്ലാ ഭാഷ ആൾമോസ്റ്റ്. ഇപ്പം ഡൽഹിയിൽ ചെന്നിട്ട് ഞങ്ങൾ അതെല്ലാം പോട്ടെ, ഡൽഹിയിൽ ഞങ്ങൾ പിന്നെ കോറസ് സോങ് അവതരിപ്പിക്കാനാണ് ചെല്ലുന്നത്. ഇവിടെ ഉദയനാഥ് രാജചേട്ടനുണ്ട് കൂടെ. അവർ പഠിപ്പിച്ച പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെല്ലുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ചീഫ് മ്യൂസിക് പ്രൊഡ്യൂസർ സതീഷ് ഭാട്ടിയ, കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്ര, കർണാടക, പിന്നെ ഒറീസ എല്ലാ ഗ്രൂപ്പുകളും ഉണ്ട് അവിടെ. അപ്പം ഈ നമ്മൾ പഠിച്ചുകൊണ്ടേ പാട്ടല്ല അവിടെ ഉണ്ട്. അപ്പം അദ്ദേഹം പറയുന്ന പാട്ടാണ് നമ്മൾ പാടുന്നത്. അപ്പം കേരളത്തിൽ നിന്നുള്ളവർക്ക് പാട്ടുകാരാണെന്ന് അറിയാം. അപ്പം ചിത്ര എന്ന ഒരു പടത്തിലാണ് പാടിയിട്ട് വന്നത്. അന്ന് അല്ലെ രജനി പറയൂ, രഞ്ജുരാജന്റെ മറ്റേ ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഓ മൃദുലൊക്കെയുള്ള ആ പടം, ആ സിനിമ ഞാൻ ഏകനാണ്, അത് തന്നെ. അപ്പൊ ചിത്രം ഞങ്ങളിവിടെ ഉണ്ടല്ലോ. അപ്പം ഓരോ ഗ്രൂപ്പിനെ പറ്റിയും ഞങ്ങളെ പറ്റി കേരളത്തിലുള്ളൊരു ആദ്യം പാട്ടെന്ന് തോന്നും. അപ്പം നമ്മളോട് പാടുന്ന ലെജൻഡുകളാണ്. എല്ലാം ഗാനമേള ഓപ്പണർ ചെയ്തു വരുന്നത്. വിൻസെന്റ് തോമസ് മരിച്ചു, MS നസീം, ഞങ്ങളെല്ലാവരും ഉണ്ട്. മോഹൻ കടക്കാവൂർ മോഹൻ, ബ്രഹ്മാഞ്ചൻ അനിയനാണ്, പരമാനന്ദൻ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഒറ്റ അലക്കുകയാണ്. സതീഷ് പാട്ടി അന്തം കൊണ്ട് ഒറീസ കന്നഡക്കാണ് നമ്മൾ പാടേണ്ടത്. അവിടെ ചെന്ന് ഒരു പാട്ട് അരഹരക്കാൻ ഹാരേ ഹായ് ഹായ് അരഹരക്ക, ഏത് ഭാഷ തോന്നണ്ട, അത് നമ്മൾ പാടി ഹിറ്റാക്കി. അവിടെയുള്ള ലാംഗ്വേജിലുള്ളവർ ഇത്രയും ബെസ്റ്റ് നന്നായിട്ട് പാടിയില്ല നമ്മൾ ഈ. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് ട്രീറ്റ് വന്നു കേരള ഹൗസിൽ വിളിച്ചിട്ട്. അതൊക്കെ അതാണ് പറയുക, ഏത് ഭാഷയിലെ പാട്ട് നമുക്ക് ഒരാൾ പറഞ്ഞു തന്നാൽ പാടാന്നുള്ളത്. ഇവിടുത്തെ എത്ര ആർട്ടിസ്റ്റുകൾ തെലുങ്കും തെലുങ്കൊക്കെ പാടുന്നുണ്ടല്ലോ. ചിത്രയൊക്കെ എത്ര പാട്ടുകൾ. ജാനകിയമ്മ നമ്മളെ ആളല്ല, സുശീലാമ്മ നമ്മളെ ആളല്ല, പക്ഷെ എന്ത് ഹൃദയസ്ഥമായിട്ടാണ് പാടിയിരിക്കുന്നത്. അവരുടെ കൂടെയൊക്കെ പാടാൻ അനുഗ്രഹം കിട്ടി എനിക്ക്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഫോട്ടോസൊക്കെ ഇപ്പോൾ എനിക്ക് സുശീലാമ്മ വന്നപ്പോൾ കാണാതെ കണ്ണുണ്ട് കണ്ണല്ല ഇത് അത്. പിന്നെ അതേപോലെ മലയാളത്തിലെ ഞാൻ ചലിച്ചവരുടെ പാട്ട് മറ്റേ അമ്പാടി പൂ സുശീലാമ്മ പറഞ്ഞു ഒന്ന് കൂടെ പാടി രാധാകൃഷ്ണൻ കൂടെ നമ്മൾ ഒരുമിച്ച് പാടാം. അങ്ങനെ ഒരുമിച്ച് പാടിയിട്ടുണ്ട് ഇവിടെ കെമോറ അവാർഡിന് വന്നപ്പോഴും. ഫാമിലി ഡീറ്റെയിൽസ് ഒന്ന് പറയണം. എൻ്റെ ഭാര്യ ജയരാധാകൃഷ്ണൻ ഉദ്യോഗസ്ഥയായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൽ സീനിയർ സൂപ്രണ്ടായിരുന്നു. സംഗീതം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പാടും, പക്ഷെ ഭയങ്കര ക്രിട്ടിക്കാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയുള്ളൂ.
അതുപോലെ എന്നൊക്കെ പറയാം. അതെനിക്ക് ഏറ്റവും നല്ലതാണ്, ഒരു അനുഗ്രഹമാണ്. അതൊക്കെ ഒരു അവരുടെ മക്കൾ ശാസ്ത്രീയ സംഗീതം പഠിച്ചതാണ്, ഡാൻസേഴ്സുമാണ്. ഒരാൾ ട്വിൻ ഡോട്ടേഴ്സ്, ഇരട്ട മക്കളാണ്, പെൺമക്കളാണ്. ലക്ഷ്മി ആർ നായർ, പാർവതി ആർ നായർ. രണ്ടുപേരും, ഒരാൾ ഇൻഫോസിസിലും മറ്റേ ആൾ മൈൻട്രിയിലും, 2 കമ്പനിയിലാണ്. രണ്ടുപേരും കാനഡയിലാണ്. അവരെ ഭർത്താക്കന്മാർ, ഒരാൾ വടകരയും ഒരാൾ കൊടുങ്ങല്ലൂരും. അവർ രണ്ടുപേരും ട്വിൻസ് ഫാമിലിയിലുള്ളവർ തന്നെയാണ്, വടകരയും കൊടുങ്ങല്ലൂരും ഉള്ളവർ. രണ്ടുപേരും അവിടെ കാനഡയിൽ എഞ്ചിനീയേഴ്സാണ്. യാദൃച്ഛികമായിട്ട് നമ്മുടെ സംഭാഷണത്തിൽ നെടുമുടി വേണുചേട്ടൻ വരികയും, നെടുമുടി വേണുചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണ് നെടുമുടി വേണുചേട്ടനായിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ ഒരു പ്രോഗ്രാം, ഓൾഡ് ഈസ് ഗോൾഡ്. അത് കഴിഞ്ഞ് നെടുമുടി വേണുചേട്ടൻ എൻ്റെ പ്രസംഗം ഞാൻ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ നെടുമുടി ചേട്ടൻ നേരത്തെ എൻ്റെ അടുത്ത് രാഷ്ട്ര നിന്നെക്കൊണ്ട് ഞാൻ കുറച്ച് പാട്ട് പാടിപ്പിക്കും. വണ്ടിയിൽ ഞങ്ങൾ പോകുമ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്കറിയാമെന്നുള്ളതൊക്കെ പാടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഒരു 12 മണിക്കാണ് പിന്നെ ഞങ്ങളുടെ ആഹാരം കഴിക്കുക ഞങ്ങൾ ഒരുമിച്ചാണ്. ഞാൻ കുറച്ച് പാട്ട് ഇങ്ങനെ പറയുകയാണ്, നീ പാടണം അപ്പോൾ ചേട്ടൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പഴയ പാട്ടെല്ലാം പറയണം. അപ്പം എന്നെ ചേട്ടൻ ഒരു ടെസ്റ്റ് ചെയ്യാൻ നോക്കിയാണ്. ഞാൻ ഏതൊക്കെ ബൈഹാർട്ടാക്കി പാടുന്നതല്ലേ, ഒന്നും മുക്കൊന്നുമില്ല, ഇങ്ങനെ പാടിക്കൊണ്ട് എല്ലാ പാട്ടും ഞാൻ പാടി. ചേട്ടൻ പറഞ്ഞ പാട്ടെല്ലാം പാടും. നിന്നെ ഞാൻ കുരുക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ദക്ഷിണാമൂർത്തി സ്വാമി പാടിയ ഒരു പാട്ടുണ്ട്, നിനക്കത് ഓർമ്മ കാണില്ല. അപ്പോൾ എനിക്ക് അപ്പോഴേ മനസ്സിലായി ഇത് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഒന്നും ശ്രമിച്ചു നോക്കാം, അതാണെങ്കിൽ ഞാൻ പാടിയത്. അപ്പോൾ സ്വാമിയുടെ സ്റ്റൈല് എനിക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ട് പാടാൻ വന്നപ്പോൾ സെനറ്റ് ഹാളിൽ വന്നപ്പോൾ തലേ കൈ വെച്ച് തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് ദക്ഷിണാമൂർത്തി സ്വാമി. എണ്ണയുണ്ടേ സഹജരാതി കുഴമ്പുണ്ടേ പടവല്ലാതി ലേഹ്യമുണ്ട് വേണ്ടി വന്നാൽ അലവല്ലാതി എന്നയുണ്ടിട്ട് ഇങ്ങനെ പാടിയപ്പോൾ നെടുമുടി വേണുചേട്ടൻ കെട്ടിപ്പിടിച്ചു. ചേട്ടാ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ ഏത് പാട്ടും നമ്മൾ വ്യത്യസ്തമാക്കുന്നത് ഓരോരുത്തരുടെ ആ കേൾവിയിൽ നിന്ന്. ഇപ്പം പെട്ടെന്ന് പാട്ട് പാടിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമി പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അദ്ദേഹം ഗംഭീരമായിട്ട് എസ് പി പിള്ളയ്ക്ക് വേണ്ടി അദ്ദേഹം പാടിയിരിക്കുന്നതാണ്. സാറിനെ ഇത്രയും നേരം ഇന്റർവ്യൂ ചെയ്തപ്പം ഏറ്റവും കൂടുതൽ സാറ് പരാമർശിച്ച പേരെന്ന് പറയുന്നത് ഉദയഭാനു ചേട്ടൻ്റെ പേരാണ്. നമുക്ക് ഈ സമയത്ത് ഉദയഭാനു ചേട്ടൻ നമുക്ക് ഇതുവരെ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അധികം കേൾക്കാത്ത ഏതെങ്കിലും ഒരു പാട്ട്, സിനിമ ഗാനമാണോ? സിനിമ അല്ല, അദ്ദേഹത്തിന്റെ അത് ഞാൻ പറഞ്ഞു തോന്നുന്നു. അതിന്റെ കിഴക്കേ കിടന്നുകൊണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പോഴും ഇടുന്നുണ്ട്. ഒരുപാട് ഡിവോഷണലുണ്ട്. പിന്നെ അതേപോലെ അദ്ദേഹം ഒരു ദേശഭക്തി ഗാനം ഒന്നും ചെയ്യായിരുന്നു. അതൊരു ദാസേട്ടനാണ് പാടിയിരിക്കുന്നത്. ഹേ 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 പൊന്നഴിക്കൂട്ടിലെ ത്യാഗമോരാ പക്ഷി പിന്നെയും പാടുന്നു ഹേറാം. എൻ ഗുരുവിൻ നിഴൽ വീണ പുത്തുമ്പത്ത് വന്നു ചുംബിക്കുന്നു വിശ്വസത്യം. പൊന്നഴിക്കൂട്ടിലെ ത്യാഗമോരാ പക്ഷി പിന്നെയും പാടുന്നു ഹേറാം. എൻ ഗുരുവിൻ നിഴൽ വീണ പുത്തുമ്പത്ത് വന്നു ചുംബിക്കുന്നു വിശ്വസത്യം. ഇത് എല്ലാ ഓഗസ്റ്റ് 15 നമ്മുടെ റിപ്പബ്ലിക് ഡേ നിന്നും ഗാന്ധി ചർമ്മ എല്ലാം ഞങ്ങൾ എപ്പോഴും പാടുന്ന പാട്ടാണ്. ഇപ്പം ഗവർണറുടെ ഓഫീസിൽ നമ്മുടെ ഇവിടെ പോയിരുന്നല്ലോ, ഗവർണറുടെ റെസിഡൻസ് രാജ്ഭവനിൽ പോയി ഞങ്ങളിത് പാടി. ഗവർണർക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അദ്ദേഹം വളരെ കുറേ ദേശഭക്തി ഗാനം ഇതേപോലുള്ള പാട്ടുകൾ പാടി. ഒരുപാട് പാട്ടുകൾ ഉദാഹരിച്ചിട്ട് രചിച്ചിട്ടുണ്ട്. ഇത് എഴുതിയിരിക്കുന്ന ഏഴാഴ്ച രാമേന്ദ്ര സാറാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. ദാസേട്ടനൊക്കെ വന്ന് വളരെ ഫ്രീ ആയിട്ട് പാടിക്കൊടുത്ത പാട്ടുകളാണ് വാണിജ്യേട്ടന്. അപ്പം ഒരുപാട് പാട്ട് ദാസേട്ടൻ പഴയ ഹൃദയ സരസിലേ പ്രണയപുഷ്പം പ്രണയപുഷ്പമേ. നമുക്ക് പ്രണയപുഷ്പം എങ്ങനെ പാടാം? അങ്ങനെയും പാടാം.
പ്രണയത്തിൻ്റെ ഒരു ഭാവം, പ്രണയ പുഷ്പമേ, ഇത് പലയിടത്തും പറഞ്ഞു കൊടുത്താലും അവർ അത് ചെയ്യില്ല. പാട്ട് എപ്പോഴും നമുക്ക് ഫീലാണ് വേണ്ടത്. അപ്പോൾ പാട്ട് പാടുമ്പോൾ ഇപ്പം പിന്നെ ദുഃഖത്തിനും സന്തോഷത്തിനും എല്ലാം നമുക്ക് ആ ഭാവമാണ്. അത് പഠിച്ചത് മുഴുവൻ ദാസേട്ടൻ്റെ. ഏത് പാട്ടെടുത്തു ഭാരതപ്പുഴയിലെ ഓളങ്ങളെ ഓളങ്ങളെ പഴയൊരു പ്രേമ കഥ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ, നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന പാട്ടുകൾ അതൊക്കെ. ബാബുക്കായിരുന്നാലും താമസബന്ധ പരിപാടികളൊക്കെ ഉണ്ടല്ലോ പാടിയിരിക്കുന്ന അന്ന് പോലെ. യങ്സ്റ്റേഴ്സിന് ഇപ്പോൾ ഇത്രയും നേരം സാറിൻ്റെ ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, സ്വാഭാവികമായിട്ടും യങ്സ്റ്റേഴ്സിൻ്റെ മനസ്സിലും തോന്നാവുന്നതാണ്. ഇപ്പോൾ വേദിയിലൊക്കെ പാടുമ്പോഴത്തേക്കും പലരും പല പാട്ടുകൾ ആവശ്യപ്പെടാറുണ്ടെന്ന് പറഞ്ഞു. ഈ ലിറിക്സ് ഇതും ഇതിൻ്റെ ട്യൂണും ഇതുമൊക്കെ, പ്രത്യേകിച്ചും ലിറിക്സ് ഇപ്പോഴും ഓർത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രാക്ടീസും ഇതിനൊരു ഒന്നുമില്ല. അത് കേട്ട് തന്നെയാണ്. കേട്ട് നമ്മൾ ഹൃദയത്തെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എൻസൈക്ലോപീഡിയ അല്ലാതെ വേറെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എല്ലാം പ്രാക്ടീസ് ചെയ്യും. പഴയ പാട്ടുകൾ ഒട്ടുമുക്കല്ല. കാരണം ഓൾഡ് ഈസ് ഗോൾഡിന് ഇനി പാടാത്ത പാട്ടുകളില്ല. പിന്നെ കമോറ സാറായിട്ടുള്ള പാട്ട്, കമോറ സാറും ഞാനും കമോറ സാറും കൊണ്ട് തന്നെ പാടിയിട്ടുണ്ട്. പഞ്ചവന്ന തത്ത പോലെ കൊഞ്ചി വന്ന പെൺ ഇപ്പം പാടുന്നത് പറഞ്ഞാൽ ഞാൻ കമോറ സാറിന്റെ മോനല്ല ശ്രീകുമാറായിട്ടാണ് ഞങ്ങൾ പാടുന്നത് ഏത് വേദിയിൽ. വേറെ ഈ പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് പാട്ടാണെന്നറിയാം, അത് ദാസേട്ടനും കമോറ സാറും പാടിയ പാട്ടാണ്. എന്തുമാത്രം അത് ഈ രണ്ടുപേരുടെയും കൂടെയും പാടാനായിട്ടൊരു ഒരു ഭാഗ്യം നമുക്ക് കിട്ടി. നമ്മളൊന്ന് ജൂനിയറാണ്. ഈ മെമ്മറി എപ്പോഴും നമ്മളൊന്ന് പോളിഷ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്? രാവിലെ രാവിലെ വേറെ ഒന്നല്ല, എണീറ്റിട്ട് കുറേ സമയം നമ്മൾ തലേ ദിവസം എന്താണ് അതിങ്ങനെ റിക്കളക്ട് ചെയ്യും. അതായത് നമ്മൾ രാവിലെ തലേ ദിവസം രാവിലെ എഴുതിച്ച് രാത്രി കിടക്കുന്നത് അതാണ് നമ്മുടെ മെമ്മറി. അത് റിക്കളക്ട് ചെയ്താൽ മതി. അതൊന്ന് ഓർമ്മിച്ച് നമ്മൾ രാവിലെ എഴുതിച്ച് കുളിക്കുന്നു പോലുള്ള അതിനുശേഷം എന്തൊക്കെ നടന്നുള്ള അതൊരു വലിയ എൻ്റെ അടുത്ത് വേറെ ആളാണ് ഡോക്ടറാണ് പറഞ്ഞു തന്നെ. അത് ചിന്തിച്ചാൽ നമുക്ക് മെമ്മറി കൂടും. പിന്നെ രാത്രി കിടക്കാൻ നേരം പഴയ പാട്ട് പാടി ഞാൻ പാടി കുറയിപ്പോൾ വൈഫ് ഞാൻ പാടി അങ്ങ് ഉറങ്ങുന്നത്. ഇത്ര നല്ല സുഖനിദ്ര കിട്ടിയില്ല. ഉറക്കം വന്നില്ലെങ്കിലേ അല്ലെ പഴയ പാട്ട് ഇങ്ങനെ പാടി അങ്ങ് ഉറങ്ങും. ചിലപ്പോൾ നല്ല സ്വപ്നം കാണും. ഇതൊക്കെ ഒരു പിന്നെ അവർ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. ഏറ്റവും ഇപ്പോൾ സാറിന്റെ ലൈഫിൽ ഏറ്റവും ഭാഗ്യവതിയായ ഒരു ഭാര്യ തന്നെ. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു വേദിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലോ സിനിമയുടെ ഒരു പാട്ട് ഔട്ട് വരുമ്പോഴൊക്കെ സാറിന്റെ പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. പക്ഷെ 24 മണിക്കൂറും സാറ് മൂളുകയും പാടുകയും ചെയ്യുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഭാര്യയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് പാട്ട് പാടും? ഇപ്പൊ കുറെ ദിവസമായിട്ട് ഒരു പാട്ട് ഇങ്ങനെ അവൾ കേട്ടിട്ട് പറയുന്നത് ഹിന്ദി മുഹമ്മദ് റാഫി സാറിന്റെ പാട്ടാണ്. അതിന്റെ ലിറിക്സ് റാഫി സാറും ആശാ മിശ്രയും കൂടി പാടി പഴയ ഒരു പാട്ടാണ്. അത് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഷമ്മി കപൂറും പഴയ ആശാ പരേഖ്. അത് പാട്ട് ഇതാണ്. എൻ്റെ അടുത്ത് പറയും അതൊന്ന് പാടണം, എന്നിട്ട് നമുക്ക് കൊണ്ടുപോയി സ്റ്റേജിൽ പാടാം. നമ്മൾ വളരെ സന്തോഷം. പാട്ട് ഉക്കുരം പാട്ടാണത്. അത് ये देख के दिल जुमा ली प्यार में अंगड़ाई दीवाना हुआ बादल सावन के आई ये देख के दिल जुमा ली प्यार में अंगड़ाई ദീവാന ഹുവാ ബാദൽ. എന്തൊരു പാട്ട് പറയാത് റാഫി എന്താ നൊസ്റ്റാൾജിയ, എന്താ രസമായിട്ട് പാടിയിരിക്കുന്നു പറയാം. അപ്പോൾ അവളത് കേട്ടിട്ട് അപ്പം ഞാൻ പണ്ട് പാടിയിട്ടുണ്ട്. ഉദയനാഥ് ചേട്ടനോട് ഓൾഡ് കുറേ നാളായിട്ട് ഈ പാട്ട് പാടുന്നില്ല. അവൾ കേട്ടോ ഈ പാട്ട് ഞാൻ പാടിയിട്ടുള്ളതാണ്. പിന്നെ ഇപ്പം പാടാൻ ഒരുങ്ങുകയാണ്. ഞങ്ങൾ ആ രണ്ടും കൂടെ ചേർന്ന് പാടാൻ ഒരുങ്ങുകയാണ്. എന്തായാലും വളരെ രസകരമായ ഒരു
ഇന്ററാക്ഷൻ ആയിരുന്നു ഇത്രയും നേരം വളരെ സന്തോഷം. നടന്നത്. ഒരുപാട് ഇൻഫർമേഷൻസ്, എനിക്ക് അറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ഇന്റർവ്യൂവിൽ സാറിൽ നിന്നും എനിക്ക് കിട്ടുകയുണ്ടായി. പ്രേക്ഷകർക്കും അതുപോലെ കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും ഒരിക്കൽ ദേവരാജൻ മാഷ് തുറന്നിട്ട വാതിൽ കൃത്യമായി ഉപയോഗിക്കാത്തതിന്റെ ഒരു നഷ്ടബോധം തീർച്ചയായിട്ടും ഉണ്ട്. ഇനി വരും നാളുകൾ ജമാലിന്റെ പുഞ്ചിരി അതിൻ്റെ ഒരു തുടക്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ സിനിമകൾ, കൂടുതൽ വേദികൾ ഉണ്ടാകട്ടെ, കൂടുതൽ ആളുകളിലേക്ക് കാക്കട്ടെ. വളരെ സന്തോഷം. അജയുടെ ഈ അനുഗ്രഹം കൂടെ ഉണ്ടാവും. അത് മാത്രമല്ല, അജയ് പറഞ്ഞ ആ രീതിയിൽ ഒരു ആങ്കർ എന്നുള്ള പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മെമ്മറിയും കൂടെ നമുക്ക് വരുന്നുണ്ട്. അതാണ് യു ആർ ഗ്രേറ്റ്. താങ്ക് യു.